ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്യുന്നു. തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് ചോദ്യം ചെയ്യൽ. ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളി ഏറ്റുവാങ്ങിയത് അനന്ത സുബ്രഹ്മണ്യമാണ്. ആ സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യൽ നടക്കുന്നത്. വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. കാരണം സന്നിധാനത്ത് നിന്ന് സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് അനന്ത സുബ്രഹ്മണ്യനാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചിട്ടാണ് അത് ചെയ്തത് എന്ന തെളിവുകളുമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ. വിജിൻ വായന്തോട് ചേരുന്നു. വിജിൻ, ഇപ്പോഴും തുടരുകയാണോ ചോദ്യം ചെയ്യൽ? തന്നെ അനന്ത സുബ്രഹ്മണ്യത്തിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായത്. കാരണം നാളെയാണ് ഈ അന്വേഷണ സംഘം രൂപീകരിച്ച് 10ാം ദിവസം പൂർത്തിയാകുന്നത്. ഹൈക്കോടതിയിൽ പ്രാഥമികമായ റിപ്പോർട്ട് നാളെയാണ് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുകയും 6ാമത്തെ ദിവസം ചോദ്യം ചെയ്ത് വീണ്ടും അറസ്റ്റ് രേഖപ്പെടുത്തുകയും കസ്റ്റഡിയിൽ വാങ്ങുകയും ഒക്കെ ചെയ്ത ശേഷം വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ചോദ്യം ചെയ്യലൊക്കെ പുരോഗമിച്ച് കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള തെളിവുകൾ പല സ്ഥലങ്ങളിൽ നിന്നും നിലവിൽ എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇന്ന് രാവിലെ 10:30 അനന്ത സുബ്രഹ്മണ്യത്തെ ഈ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് എത്തിക്കുകയും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇത്രയും മണിക്കൂറായി നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലിനിടെ അനന്ത സുബ്രഹ്മണ്യത്തെ ഒറ്റയ്ക്കിരുത്തി ആദ്യം ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിച്ച് കൊണ്ടിരിക്കുന്നത്. എത്ര സമയം നീണ്ടുപോകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും പക്ഷേ വ്യക്തതയില്ല. എന്തായാലും നിർണായകമായ തെളിവുകൾ പലതും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളി അത് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകാൻ ചുമതലപ്പെടുത്തിയത് അനന്ത സുബ്രഹ്മണ്യത്തെയാണ് എന്നുള്ള വിവരങ്ങൾ നേരത്തെ ലഭിച്ചിരുന്നു. അതിനുശേഷം അനന്ത സുബ്രഹ്മണ്യം ഈ സ്വർണ്ണപ്പാളിയുമായി വിജിൻ, ഇതിൽ ഇനി കോടതിയിലേക്ക് നാളെ റിപ്പോർട്ട് സമർപ്പിക്കും അന്വേഷണ സംഘം. പക്ഷേ അതിന് മുമ്പായിട്ട് ഇതിൽ കൂടുതൽ ആളുകളുണ്ടോ, കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുന്നതിലേക്ക് FIR-ൽ കൂടുതൽ ആളുകളുടെ പേരുകൾ വരുന്നതിനൊക്കെയുള്ള സാധ്യത എങ്ങനെയാണ്? SIT-യുടെ പുതിയ നീക്കങ്ങൾ? അന്വേഷണ സംഘം രൂപീകരിച്ചത് മുതൽ കൃത്യമായി പല സംഘങ്ങളായി തിരിഞ്ഞുള്ള അന്വേഷണമാണ് നിലവിൽ SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് 6ാമത്തെ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങുകയും ഒക്കെ ചെയ്തത്. ഇന്ന് 9ാം ദിവസമാണ്. ഇന്നാണ് ഇപ്പോൾ അനന്ത സുബ്രഹ്മണ്യത്തെ കൂടി കസ്റ്റഡിയിൽ എടുത്തുള്ള ഒരു നീക്കത്തിലേക്ക് SIT മാറിയത്. ഇനി നേരെ നാഗേഷ് എന്ന ആളിലേക്കാണ് ഈ ദ്വാരപാലക ശില്പം എത്തിച്ചത് എന്നുള്ള വിവരമാണ് ലഭിച്ചത്. ആദ്യം ബാംഗ്ലൂരിലേക്കും പിന്നീട് അവിടുന്ന് ദ്വാരപാലക ശില്പം ഹൈദരാബാദിലേക്കും എത്തിച്ചായിരുന്നു ഇത്തരം തട്ടിപ്പുകളും ഒപ്പം തന്നെ കൊള്ളയുമൊക്കെ നടത്തിയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെ ഇനി സ്വാഭാവികമായും നാഗേഷിലേക്ക് കൂടി എത്തണം. അതിനിടയിൽ ഒരു കൽപേഷ് എന്ന പേര് അത് സജീവമായി തന്നെ നിലനിൽക്കുകയും ചെയ്തിരുന്നു. ആ കൽപേഷ് ആരെന്ന് കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും പൂർണ്ണമായും വിശ്വസിക്കാൻ തക്ക തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഇയാളുടെ പേര് മറ്റെന്തെങ്കിലും ആണോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 1-2 ആളുകൾ മാത്രം ഉള്ള ഒരു ഗൂഢാലോചനയല്ല ഈ ശബരിമല ദ്വാരപാലക ശില്പം മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് എന്തായാലും നിലവിൽ SIT ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് സ്വാഭാവികമായും അന്വേഷണം പോകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിലവിൽ എന്തായാലും പല സംഘങ്ങളായി തിരിഞ്ഞ് പലതരത്തിലുള്ള തെളിവ് ശേഖരണം പ്രത്യേക അന്വേഷണ സംഘം നിലവിൽ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ 9ാമത്തെ ദിവസം അനന്ത സുബ്രഹ്മണ്യത്തെ SIT കസ്റ്റഡിയിലെടുത്തത്. ഇനിയും കൂടുതൽ ആളുകൾ സ്വാഭാവികമായും കസ്റ്റഡിയിൽ എടുക്കപ്പെടും. മറ്റൊരു കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ അനന്ത സുബ്രഹ്മണ്യവും ഒക്കെയായി ബാംഗ്ലൂരിലും ഹൈദരാബാദിലും ചെന്നൈയിലും ഒക്കെയായി അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ നാഗേഷാണ് സ്മാർട്ട് ക്രിയേഷൻസിന് സ്വർണം മാറ്റാനും ഒപ്പം തന്നെ ഈ ദ്വാരകാ ശില്പത്തിൽ സ്വർണം പൂശാനും ഒക്കെയായി ചെന്നൈയിലേക്ക് എത്തിച്ചത് എന്നുള്ള വിവരങ്ങൾ ഒക്കെ നേരത്തെ പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ നാഗേഷിലേക്ക് അന്വേഷണം നടക്കണം. ഒപ്പം തന്നെ രാഷ്ട്രീയപരമായ ഇടപെടൽ ഏതെങ്കിലും തരത്തിൽ, അതായത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, കൂടുതൽ ആളുകൾ അതായത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ അത് വളരെ വ്യക്തമല്ലേ? മസറിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇല്ലാത്ത സമയത്ത് പോലും അദ്ദേഹത്തിന്റെ പേരിന് നേരെ ഒപ്പിട്ട് പോയിരിക്കുന്നു. അപ്പൊ അത് വലിയ വീഴ്ച തന്നെയല്ലേ? ആ രീതിയിൽ വീഴ്ചയാണെന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ആരൊക്കെയായിരിക്കും ചോദ്യം ചെയ്യുക?
തന്നെ ഇക്കാര്യത്തിൽ തനിക്ക് മാത്രമല്ല താൻ ഇതിൽ ഇരയാക്കപ്പെട്ട ആളാണ് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യഘട്ടത്തിൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. പക്ഷേ അത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട്, കൂടുതൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ ഇതിൽ പങ്കുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. കാരണം SIT അത്തരത്തിലുള്ളൊരു അന്വേഷണം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ മഹസറിൽ മറ്റൊരു പേര് വരികയോ അല്ലെങ്കിൽ മഹസറിൽ രേഖപ്പെടുത്താതെ ഈ പീഠം ഉൾപ്പെടെ പുറത്തു പോവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ദേവസ്വം കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഇവരുടെയാണ് 2019 ഈ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾക്ക് നേരെയുള്ള അന്വേഷണമൊക്കെ വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ബന്ധമുണ്ടോ എന്ന കാര്യത്തിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. എന്തായാലും ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശത്തോടെയും മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ എന്തായാലും പുറത്തുവരിക അത്ര പെട്ടെന്ന് ലഭിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ നാളെ ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് ഏറ്റവും നിർണായകമാകും. അതിൽ എന്തൊക്കെ തരത്തിലുള്ള കണ്ടെത്തലുകളാണ് ഉള്ളത് എന്നുള്ളതാണ് അന്വേഷണത്തിൽ ഇനി എങ്ങോട്ടാണ് ഇതിന്റെ പോക്ക് എന്ന കാര്യത്തിൽ ഉൾപ്പെടെ ഒരു വ്യക്തത ഉണ്ടാവുക.